ആര്യാസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട്. എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിചാരിക്കുന്നു. നമ്മളിന്ന് വന്നിട്ടുള്ളത് ഈ ഒരു മഴത്തുള്ളി കമ്മലിൻ്റെയും അതുപോലെ തന്നെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു ഇയറിങ്സിൻ്റെയും കൂടി മേക്കിംഗ് വീഡിയോ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഡീറ്റെയിൽഡ് ആയിട്ട് എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്താലോ. ഫസ്റ്റ് തന്നെ ചെയ്യുന്നത് മഴത്തുള്ളി കമ്മലാണ്. അതിനായിട്ട് ഇതുപോലത്തെ ക്രിസ്റ്റൽ സ്റ്റോണുകൾ എടുത്തിട്ടുണ്ട്. ഈ സ്റ്റോണുകളുടെ അടിഭാഗം ട്രയാങ്കിൾ ഷേപ്പാണ്. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ബാക്ക് സ്റ്റഡാണ്. ഇതുപോലത്തെ പ്ലെയിൻ ബാക്ക് സ്റ്റഡ് എടുത്തിട്ടുണ്ട്. ഇനിയത്തെ പരിപാടിയൊക്കെ നമ്മുടെ ഈ ബാക്ക് സ്റ്റഡിലാണ്. ഈ സ്റ്റഡിൻ്റെ മുകളിലായിട്ടാണ് നമ്മൾ ഗമ്മ തേക്കുന്നത്. ഇവിടെ ഉപയോഗിക്കുന്ന ഗമ്മ് B7000 ഗമ്മാണ്. ഇനി നമ്മൾ നേരത്തെ കാണിച്ച ക്രിസ്റ്റൽ സ്റ്റോണുകൾ ഈ സ്റ്റഡിൻ്റെ മുകളിൽ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചുറ്റും 4 എണ്ണം വെച്ച് ആദ്യം ഒട്ടിക്കുന്നുണ്ട്. പിന്നീട് അതിൻ്റെ മുകൾ ഭാഗത്ത് ഈ ഹോളുള്ള സ്ഥലത്ത് ഒരു സ്റ്റോണും കൂടി ഇതുപോലെ വെച്ച് കൊടുക്കുക. ഇപ്പം നല്ല ഭംഗിയുള്ളൊരു സ്റ്റഡ് റെഡിയായി കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ സ്റ്റഡിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്കുള്ള ഹാങ്ങിങ്ങിന് വേണ്ടിയിട്ട് ഇതുപോലത്തെ മുത്താണ് എടുത്തിട്ടുള്ളത്. ഈ മഴത്തുള്ളി കമ്മൽ എന്ന് വെച്ചാൽ ഒരുപാട് നൊസ്റ്റാൾജിയുള്ളൊരു കമ്മലാണ്. ഇന്നും ഒരുപാട് ആൾക്കാർക്ക് ഈ കമ്മൽ ഭയങ്കര ഇഷ്ടമാണ്. ഇട്ടാൽ നല്ല ഭംഗിയാണ് കാണാൻ. എൻ്റെ അമ്മയ്ക്കും ഭയങ്കര ഇഷ്ടമായി ഈ കമ്മൽ. അമ്മ പറഞ്ഞിട്ടാണ് ഈ കമ്മൽ ഉണ്ടാക്കിയത് തന്നെ. അപ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞ ഒരു ഫ്ലാറ്റ് ഹെഡ് പിന്നിലൊന്ന് ഇതുപോലെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ സെൻറ്റർ വെച്ചൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഹെഡ് പിന്ന്. പിന്നെ നമ്മുടെ പീലർ ഉപയോഗിച്ച് ഒന്ന് ഹൂപ്പ് ചെയ്തും കൂടെ കൊടുത്താൽ ഇതിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് ചെയിന് വേണം. ചെയിന് ഇതുപോലത്തെ ചെയിൻ എടുത്തിട്ടുള്ളത്. ഇത് സിൽവർ ഒന്നല്ല, സാധാ ഫാൻസി ചെയിനാണ് ഉപയോഗിക്കുന്നത്. ഈ ഒരു ചെയിന് നല്ല സിൽവർ കളറല്ല, കുറച്ചൊരു കളറ് ചേഞ്ചുള്ള ഒരു ചെയിനാണ് ഉപയോഗിക്കുന്നത്. ഈ ചെയിനിൻ്റെ അറ്റത്തായിട്ട് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിട്ടുള്ള ആ മുത്തൊന്ന് ഇതുപോലെ ഹാങ് ചെയ്ത് കൊടുക്കുക. ഇനി ആ ചെയിൻ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇറക്കം ആവശ്യാനുസരണം മുറിച്ചെടുക്കുക കേട്ടോ. ഓരോരുത്തർക്ക് ഇറക്കം കൂടുതൽ ഇഷ്ടമുള്ളവരുണ്ടാവും, ഇറക്കം കുറവ് ഇഷ്ടമുള്ളവരുണ്ടാവും. അപ്പോൾ ഞാനൊരു മീഡിയം ലെവലിലൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ സ്റ്റഡിൽ ഇതുപോലൊന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ബാക്ക് സൈഡിൽ കുറച്ച് ഗമ്മും കൂടെ തേച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഊരിപ്പോരില്ല. അപ്പോൾ നമ്മുടെ മഴത്തുള്ളി കമ്മൽ ഇതാ റെഡിയായി കിട്ടിയിട്ടുണ്ട്. നല്ല ഭംഗിയാണ് കാണാൻ. ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കാണാൻ. നല്ല ലെജൻഡ് ലുക്കായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളാണ്. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇതുപോലത്തെ മഴത്തുള്ളി കമ്മൽ ഇഷ്ടമാണെങ്കിലും ഇട്ടിട്ടുണ്ടെങ്കിലും ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക. ഏത് കളറാണ് കൂടുതൽ ഇഷ്ടമെന്ന് ഒന്ന് പറയണം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത ഇയറിങ്സ് കാണാം. സെക്കൻഡ് വൺ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഇയറിങ്സ് തന്നെയാണ്. അതിലേക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സ്റ്റോൺ ഈ ഒരു സ്റ്റോണാണ്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഒരു OHP ഷീറ്റ് എടുത്തിട്ടുണ്ട്. OHP ഷീറ്റിൽ ഇതുപോലെ ഒന്ന് ഗമ്മ തേച്ച് കൊടുക്കുക. നേരത്തെ പറഞ്ഞ പോലെ തന്നെ B7000 ഗമ്മ തന്നെയാണ് യൂസ് ചെയ്തത്. അതിലേക്ക് നമ്മളിപ്പോൾ കാണിച്ച കുന്തൻ സ്റ്റോണ് സെൻറ്റർ ഭാഗത്ത് ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. സെൻറ്റർ ഭാഗത്ത് ഒട്ടിച്ച സ്റ്റോൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു റൗണ്ട് ഷേപ്പിൽ ഇതുപോലെ ഒന്ന് ഗമ്മ തേച്ചിട്ട് നമ്മൾ നേരത്തെ കാണിച്ച ആ ഒരു പീക്കോക്ക് കളർ സ്റ്റോണ് ഇങ്ങനെ റൗണ്ടിൽ ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ വിട്ടിട്ട് തന്നെയാണ് ആദ്യം ഒട്ടിക്കുന്നത്. ഇതുപോലെ അടുപ്പിച്ച് ഇങ്ങനൊന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ചെയ്യുന്നത് ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഒരു ലെയറും കൂടി ഇതുപോലെ തന്നെ ആ സ്റ്റോണ് തന്നെ വെച്ച് ഒട്ടിച്ചെടുക്കുക. പിന്നെ വീണ്ടും അതേപോലെ തന്നെ ഒരു ലെയറും കൂടി വെച്ച് ഒട്ടിച്ചെടുക്കുക. ഇപ്പോൾ ഒരു പൂ വിരിഞ്ഞ് നിൽക്കുന്ന പോലെ തന്നെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ 4 ലെയർ വെച്ച് ഒരു പൂവ് ഇതുപോലെ ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും ഒരു OHP ഷീറ്റിൻ്റെ പീസ് എടുത്തിട്ടുണ്ട്. അതിൽ ഇതുപോലെ ഒന്ന് ഗമ്മ തേച്ച് കൊടുക്കുക. ഈ ഒരു OHP ഷീറ്റ് A4 വലുപ്പത്തിലുള്ള ഒരു പീസിന് 4 രൂപയാണ് റേറ്റ് വരുന്നത്. ഷോപ്പിലെ വിലയാണിത്. അപ്പോൾ നമ്മളിനി ചെയ്യാൻ പോകുന്നത് ഇതുപോലത്തെ ഗോൾഡ് കളർ സ്റ്റോൺ ചെയിൻ, കുറച്ച് വണ്ണം കൂടിയ സൈസാണ്. അത് നമ്മുടെ ഈ OHP ഷീറ്റിൽ ഇങ്ങനൊരു ഓവൽ ഷേപ്പിലൊന്ന് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. കറക്റ്റ് നല്ല വൃത്തിയായിട്ട് ഒരു ഓവൽ ഷേപ്പിൽ തന്നെ ഒട്ടിച്ച് കിട്ടുന്ന രീതിയിൽ വേണം ഒട്ടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ഉൾഭാഗം ഫില്ല് ചെയ്തെടുക്കണം. അതിന് നമ്മൾ ഗോൾഡ് കളറ് കുഞ്ഞു പീസാക്കി എടുത്തിട്ടുള്ള സ്റ്റോൺ ചെയിൻ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഒരു 5 സ്റ്റോൺ വെച്ചിട്ടുള്ള സ്റ്റോൺ ചെയിനാണ് കട്ട് ചെയ്ത് ഇതുപോലെ എടുത്തിട്ട് ഉള്ളിൽ ഇതുപോലെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ 2 സൈഡിലും അതുപോലെ തന്നെ 5 പീസ് വെച്ച് കട്ട് ചെയ്ത് 2 സൈഡും അതുപോലെ വെച്ച് കൊടുക്കുക. ഇനി സെൻറ്റർ ഭാഗത്ത് ഒരു 3 സ്റ്റോൺ വെച്ചിട്ടാണുള്ളത്. ഒന്നിതുപോലെ വെച്ചും കൂടെ കൊടുത്താൽ ആ ഒരു ഓവൽ ഷേപ്പ് ഫില്ല് ചെയ്ത് കിട്ടിയിട്ടുണ്ട്.
അടുത്ത പരിപാടി രണ്ടുപേരെയും ഇതുപോലെ നല്ല വൃത്തിയായിട്ട് കട്ട് ചെയ്തെടുക്കലാണ്. നേരത്തെ കട്ട് ചെയ്യുമ്പോൾ സൈഡൊക്കെ നല്ല വൃത്തിയായിട്ട് കട്ട് ചെയ്യണം. അടുത്തത് നമ്മുടെ ആ സ്റ്റഡിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് നമ്മൾ ആദ്യം എടുത്തിട്ടുള്ള ഡ്രോപ്പ് ഷേപ്പ് പീക്കോക്ക് കളർ സ്റ്റോണൊന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഒട്ടിച്ചത് സ്റ്റഡിനെയും തൂക്കിനെയും കൂടെ തമ്മിൽ രണ്ട് കളറും തമ്മിൽ മാച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ചെയ്യുന്നത് ഈ സ്റ്റഡിൻ്റെ ബാക്ക് സൈഡിൽ ഒന്ന് ഗമ്മ തേച്ചിട്ട് ഒരൈപ്പിന്നെ ഇതുപോലെ താഴെ ഭാഗത്തേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഒരു വാക്സ് സ്ട്രിപ്പ് പേപ്പറിൽ ഒരു ബാക്ക് സ്റ്റഡും കൂടെ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ വാക്സ് സ്ട്രിപ്പ് പേപ്പർ ഒട്ടിക്കുന്നത് പറഞ്ഞു പോരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. വലിച്ചാലൊന്നും പറഞ്ഞു പോരില്ല. തൂക്കിൻ്റെ താഴെ ഭാഗത്ത് ഇതുപോലെ ഒന്ന് ഗമ്മ തേച്ചിട്ട് അവിടെയും നമുക്കൊരു ഐപ്പിന്ന് വെച്ച് കൊടുക്കണം. ഒരൈപ്പിന്നാണ് വെക്കുന്നത്. പിന്നെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഒരു വാക്സ് സ്ട്രിപ്പ് പേപ്പർ ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി അവസാനത്തെ പരിപാടിയാണ്. നമ്മുടെ തൂക്കിനെയും സ്റ്റഡിനെയും കൂടെ തമ്മിൽ ഇതുപോലെ ജോയിൻ ചെയ്തും കൂടെ കൊടുത്താൽ നമ്മുടെ ഇയറിങ്സ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ സിമ്പിളല്ലേ? വളരെ സിമ്പിളാണ്. നമ്മുടെ ഡ്രസ്സിനൊക്കെ മാച്ച് ചെയ്ത് ഇതുപോലെ സ്റ്റോൺ വാങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നെ വീട്ടിൽ നിന്ന് ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഈ ഒരു കമ്മലും കൂടെ ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങളൊക്കെ താഴെ പറയുക. കൂടാതെ എൻ്റെ വീഡിയോസിൽ എന്തെങ്കിലും ചേഞ്ചൊക്കെ വരുത്തണം എന്നുണ്ടെങ്കിൽ ഒന്ന് താഴെ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്തിട്ടുള്ള കമ്മലുകൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.